ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുക വെച്ച് കഴിഞ്ഞാൽ മറ്റേ ട്രക്ക് സിമുലേറ്ററിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ വണ്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ തന്നെ കാലാവസ്ഥ ഒക്കെ ചെറുതായിട്ട് മാറി മഴക്കാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് കേട്ടോ. ചെറിയ മഴ ഉള്ളൂ, എന്നാലും കണ്ടോ റോഡിലൊക്കെ മഴ പെയ്യുമ്പോൾ ഇതൊക്കെ സെറ്റായിട്ട് കേട്ടോ. കറക്റ്റായിട്ട് നല്ല ഇതിൽ കൊടുത്തിട്ടുണ്ട് കാര്യം കണ്ടോ. ആ വൈപ്പർ അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈപ്പർ അടിക്കുന്ന 3 മോഡലുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യണ നമുക്ക് ഗ്ലാസ് ഇങ്ങനെയൊക്കെ കേട്ടോ സൈഡത്തെ ഗ്ലാസ് ഇങ്ങനെ കയറ്റിട്ടുണ്ടോ. അപ്പോൾ സൗണ്ട് ഒന്ന് അടഞ്ഞ പോലെ ആയിട്ട് കേട്ടോ, നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാവും. അപ്പം അത്രയ്ക്ക് ഒറിജിനാലിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവരിതിൽ. നമുക്ക് ഇങ്ങനെ പോകാൻ മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം കണ്ടോ റോഡ് ഇങ്ങനെ സ്ലിപ്പാകും കേട്ടോ. 2 ബോഗി നമ്മൾ കെട്ടി വലിക്കണം കേട്ടോ. ഇവിടെ വണ്ടിക്ക് അത്ര പവറൊന്നും ഇല്ല, എന്നാലും അങ്ങനെയൊക്കെ കെട്ടി വലിച്ച് കൊണ്ടുപോകും കേട്ടോ. നമുക്ക് ഇന്ന് എന്തായാലും അവിടെ എത്തിക്കണം കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇട്ട് കഴിഞ്ഞാൽ മെല്ലെ അടിക്കും, 2 ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഇതാവും. അങ്ങനെ 3 മോഡുണ്ട് കേട്ടോ വൈപ്പറിൽ. കണ്ടോ, ഇതാണ് മൂന്നാമത്തെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വേഗം സ്പീഡിൽ ഇങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാലാവസ്ഥ ഒക്കെ ചെറുതായിട്ട് അങ്ങനെ മാറി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ രാത്രി തോന്നുന്നു കേട്ടോ. ഇപ്പോൾ തന്നെ വൈകുന്നേരം ആവാറായിട്ടുണ്ട്. നമുക്ക് കുറേ ദൂരം കിടക്കണുണ്ട് ഇനി അങ്ങോട്ട്. അവിടെ എത്തുമ്പോൾ എന്തായാലും രാത്രിയാവും, അത് ഉറപ്പാണ്. നമുക്ക് നമ്മുടെ വണ്ടിയിലത്തെ എണ്ണയും കഴിയാറായിട്ടോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ എണ്ണ അടിക്കണം. കണ്ടോ ഇവിടെ ഈ കിലോമീറ്ററിൻ്റെ താഴെ നോക്കി കാണാട്ടെ ഞങ്ങൾക്ക് പെട്രോൾ പമ്പിൻ്റെ ആ സാധനം റെഡ് കളർ ആവാറായിട്ടുണ്ട്. ആ വെള്ള റെഡിൻ്റെ അടുത്ത് എത്താറായുണ്ട്. നമുക്ക് സൈഡിൽ പോണ വഴിയിൽ എവിടെയെങ്കിലും പെട്രോൾ പമ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയും കാര്യങ്ങളൊക്കെ അടിക്കണം കേട്ടോ. വയസ്സ് അങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറുതായിട്ട് മാറി നമ്മൾ വരുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. മെല്ലെ വണ്ടി ഓടിച്ച് അങ്ങോട്ട് കയറ്റാട്ടോ. അയ്യോ വണ്ടി ഭയങ്കര സ്പീഡാണുള്ള കൈസാ. ഞാൻ വിചാരിച്ചു വണ്ടി ഒന്നാമത് ഭയങ്കര സ്പീഡായിരുന്നു, പിന്നെ ഞാൻ പിടിച്ചപ്പോൾ അവിടെ നിർത്തിയില്ല. എന്തത് തിരിയാത്തത്. എന്തായാലും ആവട്ടെ, നമുക്ക് ഇവിടെ ഇട്ട് തന്നെ നമുക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കട്ടോ. ഉണ്ടോ ലിറ്ററിന് 2.25 രൂപ കേട്ടോ. നമുക്ക് എന്തായാലും പെട്രോൾ അങ്ങനെയൊക്കെ അടിക്കാം. ഫുൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ട് എത്തേണ്ടതല്ലേ, അത് തന്നെ ഫുൾ ടൈം അടിച്ച് നമ്മൾ ഇനി പേ കൊടുക്കാട്ടോ. 1000 റുപ്യാണ് കേട്ടോ. നമുക്ക് പേ കാര്യങ്ങളും കൊടുക്കാട്ടോ. എന്താ വരാത്ത നമ്മൾ വണ്ടി ആദ്യം പോലും സ്റ്റാർട്ടാക്കണം തന്നെയാണോ. നമ്മുടെ വണ്ടി ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്. വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കാൻ മറന്നുപോയി. നമുക്ക് അങ്ങനെ സ്റ്റാർട്ടാക്കാം. അപ്പോൾ അങ്ങനെ അവിടുന്ന് ആ ഉരുക്കുന്ന നമ്മൾ ഊരിങ്ങനെ വരുമ്പോഴത്തേന് ആ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ പിന്നെ മാറിയിട്ടുണ്ട്. രാത്രി ആവാറായിട്ട് ഏകദേശം ഇരുട്ടൊക്കെ ആയിട്ട് കേട്ടോ. നമുക്ക് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരുന്ന തോന്നണേ. വല്ലപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് കാണാനൊക്കെ ഉണ്ട്, എന്നാലും ഒന്നും ഇടാല്ലേ. ഡിമ്മിലിട്ടുണ്ട്, ബ്രൈറ്റ് ഇട്ടില്ല കേട്ടോ. ഡിമ്മിട്ട് ഓടിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ എത്താറായിട്ട്. ഈ റോഡെന്ന് വെച്ചാൽ ഈ റോഡ് നേരെ പോണത് അങ്ങനെയാണ്. അതെനിക്ക് ചെറിയൊരു ഓർമ്മ ഉണ്ട്. ഇവിടെ കഴിഞ്ഞ ഓട്ടം ഇവിടെ തന്നെ ആയിരുന്നു എടുത്തത്. അപ്പോൾ ഈ റോഡ് തന്നെയായിരുന്നു അവസാനിക്കാറായപ്പോൾ ഉണ്ടായിരുന്നത്. ഏകദേശമൊക്കെ രാത്രി ആയിരുന്നു കേട്ടോ. നമുക്ക് നമ്മൾ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇറക്കി കേട്ടോ. മഴയൊക്കെ മാറിയപ്പോൾ അത് കാരണം പിന്നെ കറക്റ്റ് വായു കിട്ടിയിട്ട് നമ്മളങ്ങനെ ഓടിക്കുക കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ എത്താറാണ് കേട്ടോ. അവിടെ എത്താറായിരുന്നു കേട്ടോ. നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ബ്രൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഓടിക്കണം. ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടേക്ക്. പക്ഷെ നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് തിരിയണമാണ് ഞാൻ വിചാരിച്ചു. ഒന്നാമത് വണ്ടിൻ്റെ കയ്യിൽ നിൽക്കണതില്ല, ഔട്ട് ഓഫ് കൺട്രോളായിട്ട് വണ്ടി. ഒന്നാമത് നല്ല സ്പീഡിലായിരുന്നു വണ്ടി ഇറക്കിറങ്ങണ്ടായിരുന്നു. അത് കാരണമാണ് നമുക്ക് എന്തായാലും ഇവിടുന്ന് റൈറ്റിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ അവിടെ കാരണം നമ്മൾക്ക് ലോഡ് കാര്യങ്ങളൊക്കെ ഇറക്കാറായിട്ടോ. ഇവിടെയാണ് നമ്മൾ ലോഡ് ഇറക്കേണ്ടത് റോഡിന്നേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ട് ലോഡ് കാര്യങ്ങളൊക്കെ ഇറക്കാട്ടോ. അപ്പോൾ സ്കിപ്പ് വർക്കിംഗ് നമ്മളെന്തായാലും എസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഇവിടെ വരെ പടക്കി കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ദൗത്യം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടോ. എന്താണത് അതിൻ്റെ പെനാൽറ്റി, ടൈം പെനാൽറ്റി എന്നൊക്കെ ഉണ്ടോ. അതൊക്കെ പൈസ അടിക്കിട്ട് നമ്മൾ വണ്ടിക്ക് ഇടിച്ച് കഴിഞ്ഞാൽ അവർ പൈസ പിടിക്കും. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. അപ്പോൾ അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഗെയിമിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.